നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പക്ഷേ നമ്മൾ പഠിക്കുന്നത് 1973 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അഥവാ CRPC 1973 ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന നിലയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് പഠിക്കേണ്ടതാണ് CRPC സെക്ഷൻ 167 ആദ്യമായിട്ട് നോക്കേണ്ടത് അല്ലേ. CRPC സെക്ഷൻ 167 ഇത് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 187 എന്ന പേരിലുമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ പ്രൊസീജിയർ വെൻ ഇൻവെസ്റ്റിഗേഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 24 hours, അതായത് 24 മണിക്കൂറിൽ ഒരു അന്വേഷണം പൂർത്തീകരിക്കുവാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അന്വേഷണ നടപടികൾ മുന്നോട്ട് പോകുവാനായിട്ട് അവർ എന്താണ് ചെയ്യേണ്ടുന്നത് എന്നാണ് ഈ CRPC സെക്ഷൻ 167 പറയുന്നത്. അതായത് 24 മണിക്കൂറിനകം അന്വേഷണം പൂർത്തിയായില്ലെങ്കിൽ എന്താണ് അടുത്ത നടപടി എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് 24 മണിക്കൂറിനകം കേസ് അന്വേഷണം പൂർത്തിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റഡി നീട്ടുകയാണ് ഏറ്റവും ഉചിതമായ മാർഗം അല്ലെ. കസ്റ്റഡി നീട്ടിയെടുക്കുക എന്നതാണ് ഉചിതമായ മാർഗം എന്ന് പറയുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടുന്ന മാർഗം ഇത്ര മാത്രമേ ഉള്ളൂ. എന്തായിരിക്കണം? കേസ് ഡയറി മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കുകയാണ് വേണ്ടുന്നത് അല്ലെ. കേസ് ഡയറി മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഹാജരാക്കുക. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ മജിസ്ട്രേറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുണ്ട് 15 ദിവസത്തിൽ കുറയാത്ത ഒരു കസ്റ്റഡി കാലാവധി അനുവദിച്ചു കൊടുക്കും. അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ട് 15 ദിവസത്തെ ഒരു കസ്റ്റഡി അനുവദിച്ചു കൊടുക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് റിമാൻഡ് എന്ന് പറയുന്നത്. ഈ റിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക 15 ദിവസം മാത്രം അല്ലെങ്കിൽ ആ 15 ദിവസത്തേക്ക് മാത്രമേ ഒരാളെ റിമാൻഡ് കസ്റ്റഡിയിലേക്ക് CRPC പ്രകാരം അനുവദിച്ചു കൊടുക്കുകയുള്ളൂ. എന്നാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ അയാൾ വധശിക്ഷയോ ജീവപര്യന്തമോ അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണെങ്കിൽ 90 ദിവസം വരെ എന്ത് ചെയ്യാം, അയാളെ ജാമ്യമില്ലാതെ അകത്ത് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ തടങ്കലിൽ വയ്ക്കുവാനായിട്ട് അനുവാദം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അപ്രകാരം 60 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയെ ആണെങ്കിൽ ഏകദേശം ആദ്യത്തെ 40 ദിവസത്തിനുള്ളിൽ 15 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കിട്ടും. ഇനി അത്തരത്തിൽ 90 ദിവസത്തേക്ക് ഒരു വ്യക്തി റിമാൻഡ് ചെയ്തിട്ടുള്ളയാളാണെന്നുണ്ടെങ്കിൽ അയാളെ ആദ്യത്തെ 60 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു 15 ദിവസം എന്ത് ചെയ്യും, കസ്റ്റഡിയിലേക്ക് കിട്ടും. ഇതാണ് ഈ പറയുന്ന പ്രൊസീജിയർ വെൻ ഇൻവെസ്റ്റിഗേഷൻ കാനോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 24 hours, 24 മണിക്കൂറിനകം അന്വേഷണം പൂർത്തിയായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനിയോ ഈ പ്രതിയെ തടങ്കലിൽ വയ്ക്കാൻ അധികാരമില്ലാത്ത സന്ദർഭങ്ങളുണ്ടാവും ചിലപ്പോൾ. അതെപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. പ്രതിയെ തടങ്കലിൽ വയ്ക്കുവാൻ അധികാരമില്ലാത്ത സന്ദർഭങ്ങൾ എപ്പോഴൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാത്തപ്പോൾ അല്ലെ. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാത്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രതിയെ തടങ്കലിൽ വയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി രണ്ടാമതോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് അതായത് ഈ പ്രതിയുമായിട്ട് ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പറ്റില്ല, അയാൾക്ക് റിമാൻഡ് കസ്റ്റഡിയിൽ കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതേപോലെ ഈ റിമാൻഡ് കസ്റ്റഡി നീട്ടിയെടുക്കണം അല്ലെങ്കിൽ റിമാൻഡിൽ ഒരു വ്യക്തിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമം വഴി പ്രദർശിപ്പിച്ചുകൊണ്ട് കസ്റ്റഡി നീട്ടിയെടുക്കാവുന്നതല്ല. അപ്പോൾ ഇലക്ട്രോണിക് മാധ്യമം വഴി റിമാൻഡ് കസ്റ്റഡി അനുവദനീയമാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അനുവദനീയമാണ് എന്ന് തന്നെയാണ്. ഇനി 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ ആണ് ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിമാൻഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പാർപ്പിക്കുന്നതിന് പ്രത്യേകമായിട്ടൊരു റിമാൻഡ് ഹോം വേണം. ജയിലിലേക്ക് നേരിട്ട് വിടാൻ പാടില്ല. അതല്ലെങ്കിൽ ഒരു സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ ചുമതലയ്ക്ക് കീഴിലായിരിക്കണം ആ പെൺകുട്ടിയെ റിമാൻഡ് കസ്റ്റഡിയിലായിട്ട് സൂക്ഷിക്കേണ്ടുന്നത്. ഇനിയോ ഈ പറയുന്ന ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ നമുക്ക് റിമാൻഡ് കസ്റ്റഡി നീട്ടിയെടുക്കാനായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത മാർഗമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെയോ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെയോ ചുമതലയുള്ള ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഏറ്റവും അടുത്തുള്ള ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുമായിട്ട് ചെന്നിട്ട് റിമാൻഡ് കസ്റ്റഡി നീട്ടിയെടുക്കാനായിട്ട് ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് എത്ര ദിവസം വരെ റിമാൻഡ് കസ്റ്റഡി ദീർഘിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും? 7 ദിവസമാണ്. 7 ദിവസം വരെ റിമാൻഡ് കസ്റ്റഡി ദീർഘിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആർക്ക് സാധിക്കും? ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് സാധിക്കാറുണ്ട്. ഇനി നമുക്ക് CRPC സെക്ഷൻ 151 ഒന്ന് നോക്കാം അല്ലെ. CRPC സെക്ഷൻ 151 എന്താണത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അതല്ലെങ്കിൽ സെക്ഷൻ 170 പ്രകാരം എന്താണ് പറയുന്നത്? അറസ്റ്റ് ടു പ്രിവെന്റ് ദ കമ്മീഷൻ ഓഫ് എ കോഗ്നിസൻസ് ഒഫൻസ് എന്നാണ് പറയുന്നത്. അതായത് കോഗ്നിസബിൾ ഒഫൻസ് നമുക്കറിയാം,
വാറന്റ് കൂടാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോഗ്നിസബിൾ ഒഫൻസ് ഒരു വ്യക്തി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കാതെ അത് ചെയ്യുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വാറന്റ് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവും വേണ്ട. ബന്ധപ്പെട്ട അധികാരമുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വ്യക്തി കുറ്റം ചെയ്യാൻ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുറ്റം എന്ന് പറയുന്നത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കുറ്റമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തടയുന്നതിന് വേണ്ടി അയാളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് അവകാശമുണ്ട് എന്ന് പ്രതിപാദിക്കുന്നതാണ് CRPC സെക്ഷൻ 151 എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സെക്ഷനുകളാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.